ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ബാച്ചിലേഴ്സ് മട്ടൺ കറി ചെയ്യാം. ഇന്ന് ഞാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്, എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം ബാച്ചിലറായിരുന്ന സമയത്ത് ചെയ്ത മട്ടൻ്റെ ഒരു റെസിപ്പിയാണ്. ഈ മട്ടൺ കറി ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും, ഈവൻ പിള്ളേർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതായ ഒരു മട്ടൻ്റെ റെസിപ്പിയാണ്. നമ്മൾ വേറെ ഏതെല്ലാം രീതിയിൽ നമ്മൾ മട്ടൺ ചെയ്താലും ഞങ്ങളെല്ലാവരും മട്ടൺ വാങ്ങിച്ചാൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അദ്ദേഹം ചെയ്തതായ മട്ടൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാനിത് അദ്ദേഹത്തിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ ഇത് ഞാൻ ബോംബെയിൽ ബാച്ചിലറായിരുന്നപ്പം ഇടയ്ക്കൊക്കെ ചെയ്യുന്ന മട്ടൻ കറിയാണ്. അപ്പം ഇത് വളരെ വൈഫ് ചെയ്യുന്ന പോലുള്ള ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള നാടൻ റെസിപ്പിയാണ്. വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ നല്ലതാണെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാമെന്ന് നോക്കിയത്. വളരെ ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ മട്ടൺ, ഇതിന് 1/2 kg മട്ടനാണ്. ഇത് നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഈ കുക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മട്ടൺ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൽ വെച്ചൊരു 4 വിസിൽ അടിച്ചപ്പം ഓഫ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് അണിയൻ ചോപ്പ് ചെയ്തത്, പിന്നെ കറിവേപ്പില, പിന്നെ ഗാർലിക്കും ഇഞ്ചിയും കൂടെ ചതച്ചത്, 4 പച്ചമുളക്, പിന്നെ ഞാനിതെന്ത് പൊട്ടറ്റോ ചേർക്കും. ഓക്കെ, അന്ന് എനിക്കൊന്ന് ബാച്ചിലായിരുന്നപ്പം മട്ടൺ കുറവായിരിക്കുമ്പോൾ ഇതിനെ കുറച്ചുകൂടി പൊലിപ്പൊട്ടിയാൻ വേണ്ടിയായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറി. ഇനി അതിൻ്റെ രുചി അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാൻ പൊട്ടറ്റോ ചേർക്കും. പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി. ഇതിനകത്ത് ആക്ച്വലി ഒരു 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റേ നോർമൽ. അന്ന് പിന്നെ കാശ്മീരി ഒന്നും ഉണ്ടായിരിക്കും, നമ്മളങ്ങനെ വാങ്ങിക്കാറില്ലായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ അന്നത്തെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ മുളക് പൊടിയുടെ ഡബിളാണ് മല്ലിപ്പൊടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി 6 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും അല്പം ഒന്ന് ചൂടാക്കണം, അതിൻ്റെ ഒരു മണം പോകുന്നിടം വരെ. അപ്പോൾ ആദ്യം ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ആദ്യം, ബിക്കോസ് മല്ലിപ്പൊടി എളുപ്പം കരിഞ്ഞു പോകും എന്നാണ് എൻ്റെ അറിവ്. മല്ലിപ്പൊടി ആക്ച്വലി ചൂടായിട്ടുണ്ട്. ഞാൻ ചൂടാകുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത് അതിനൊരു മണം വരും. ആ മണം വരുന്നതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. അത് ചേർക്കുന്നത് അതിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ട് സ്റ്റവ് വെച്ചിട്ട് അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് അതൊരു കടുക് വറക്കാൻ വേണ്ടി കടുക് വറക്കുക, പിന്നെ ഉള്ളി വഴറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് ഓക്കെ, അപ്പോൾ ഈ എണ്ണ ചൂടായി അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ടു. സോ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ അണിയൻ ഇടുകയാണ്. സോ അണിയൻ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പം ഈ ഉള്ളി ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്നിട്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് മണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കുക. അപ്പോൾ അത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഈ പച്ചമുളക് ഇട്ടുന്ന വഴറ്റുകയാണ്. അതിലേക്ക് ഈ കറിവേപ്പില കൂടെ
ഇടുകയാണ്. ഓക്കെ, അതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇനി എന്താണ് ചെയ്യുന്നത്, നമ്മൾ പുഴുങ്ങി വെച്ചത് നേരത്തെ കഴിഞ്ഞാൽ അത് വേകാൻ സമയം, നമ്മൾ നേരത്തെ പൊട്ടറ്റോ പറഞ്ഞതുപോലെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട്, ഇപ്പം ഉള്ളിയും പൊട്ടറ്റോ എല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന നമ്മുടെ ചുവന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക, ഒരു 1/2 മിനിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന നമ്മുടെ മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യുക. മട്ടൻ്റെ വെള്ളം കൂടെ ആഡ് ചെയ്യുക. വേറെ വെള്ളം പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുള്ളൂ. അപ്പോൾ ഒരു 1/2 സ്പൂണൂടെ ഉപ്പ് ചേർത്തു. ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് അല്പനേരം ഇത് ഒരു മൂടി വെച്ച് അടച്ച് ഒരല്പനേരം ഒന്ന് ചൂടാക്കാം. കാര്യം ഇതിനകത്തെല്ലാം വെന്താണ്, പൊട്ടറ്റോ വെന്താണ്, പിന്നെ മട്ടൺ വെന്താണ്, പിന്നെ ബാക്കി ഈ ചേരുവകളെല്ലാം കൂടെ ഒന്നുകൂടെ ഒരല്പം ഒന്ന് വെന്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇതിപ്പം ഒരു 8 to 10 മിനിറ്റ്സ് ഇതിനകത്തിരുന്നത്. ബേസിക്കലി അത് ഒന്ന് വറ്റി, അതിൻ്റെ ചാറ് വറ്റാൻ വേണ്ടിയാണത് വെച്ചിരുന്നത്, വേവാനല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനിയൊരു പ്രോസസ്സ്, ഞാൻ എപ്പോഴും ഈ ഗരം മസാല ഏറ്റവും അവസാനം ഇത് നമ്മൾ ഓഫ് ചെയ്യുന്ന, അതായത് എന്താ പറയുക, തീരുന്നതിന് മുമ്പേ ഒരു 1 മിനിറ്റിന് മുമ്പേ ഞാനിത് ഇടത്തുള്ളൂ. കാര്യം എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ അത് കഴിക്കുമെന്നാണ്. അപ്പോൾ അത് 1 ടീസ്പൂണാണ് ഗരം മസാല എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. അപ്പം ഗരം മസാല ഇട്ട് ഒരു 1/2 മിനിറ്റ് വെച്ചു. അപ്പം ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ, വളരെ ക്വിക്കാണ്, വളരെ സിമ്പിളാണ്. മേ ബി ഇച്ചിരി സിമ്പിളായിട്ട് തോന്നുന്നത് നേരത്തെ ഇത് വേവിച്ച് വെച്ചത് കൊണ്ടും പൊട്ടറ്റോ പുഴുങ്ങി വെച്ചത് കൊണ്ടും പിന്നെ അനിയൻ ചോപ്പ് ചെയ്തുകൊണ്ടായിരിക്കും. അതേയുള്ള അതിനകത്ത് വർക്ക് ശരിക്കും പറയുന്നത്. പിന്നെ വളരെ സിമ്പിളാണ്, ഇതെല്ലാം കൂടെ ചെയ്യിക്കുക. ഞാൻ വളരെ എന്താ പറയുക, വളരെ ഭയങ്കര റെസിപ്പിയൊന്നുമില്ല, വളരെ സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് നാടൻ മട്ടൻ കറിയാണിത്. ഓക്കെ, താങ്ക് യു.